ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമത്തം ധർമ്മസ്മൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഉത്തരഗീത ഒന്നാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസം മുഴുവനായിട്ടും സമർപ്പിച്ചു കഴിഞ്ഞതാണ്. ഇനി ഒരനുബന്ധമായിട്ട് ഉത്തരഗീതയും യഥാർത്ഥ ഭഗവത്ഗീതയും തമ്മിലുള്ള ഒരു സമാന ചിന്തയിലൂടെ എങ്ങനെ അതിനെ നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു കമ്പയർ സ്റ്റഡി. ഭഗവത്ഗീതയിലെ ചില ശ്ലോകങ്ങൾ ഒന്നാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിലും മൂന്നാമത്തെ അധ്യായത്തിലും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഹംസയോഗമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ പ്രധാന പ്രതിപാദ്യ വിഷയം. ഇതിനു വേണ്ടിയിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഈ യോഗം, ഈ ക്രിയായോഗത്തെ, ഹംസയോഗത്തെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രഹസ്യമാണ്, ഈ വിദ്യകളെ ഗുരുമുഖത്ത് തന്നെ പഠിച്ചഭ്യസിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടെന്നർത്ഥം. അപ്പോൾ അത് തത്വദർശികളായിട്ടുള്ള ഗുരുക്കളെ മാത്രമേ ഇതിനു വേണ്ടി സമീപിക്കാവൂ എന്ന് ഗീതയിൽ തന്നെ നാലാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് ശ്രദ്ധിക്കുക. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിത്വ തത്വദർശിന എന്ന് ഭഗവാൻ പറയുന്ന കാര്യം പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കണം. ഇന്ന് ഗുരുക്കന്മാരൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ പുറത്തും ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. പക്ഷേ അതിൽ കുരുക്കിപ്പെടാതെ തത്വദർശികളായിട്ടുള്ള യഥാർത്ഥ ഗുരുക്കളെ കണ്ടെത്തണം. യഥാർത്ഥത്തിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ തന്നെ. കാരണം അർജുനൻ സമീപിച്ചതുപോലെ കർപ്പണ്യദോഷോ ഭഗതസ്വഭാവക വൃക്ഷാമെത്താം ധർമ്മ സുമൂഢചേത ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാന്താം പ്രപന്നം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രപഞ്ച ഗുരുവായിരിക്കുന്ന ഗുരുവായൂരപ്പനെ തന്നെ അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ശിഷ്യത്വം സ്വീകരിച്ച്, സ്വയം ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ സമീപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാനെ തന്നെ ഗുരുവായിട്ട് സ്വീകരിച്ചതായിട്ട് നമ്മൾ കണ്ടു. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാലും എനിക്ക് പ്രത്യക്ഷത്തെ ഒരു ഗുരുവിനെ ആരാ ഗുരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കാൻ ഒരു ഗുരുക്കന്മാരും ഇല്ല. എൻ്റെ ഗുരു ആ പരമഗുരുവായിരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുമുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഗുരു എന്ന് പറഞ്ഞാൽ ആ ഗുരു തന്നെയാണ് നമ്മുടെ പ്രാണനായിട്ട്, ആത്മസ്വരൂപനായിട്ട്. അതുകൊണ്ട് ഈ ഉത്തരഗീതയിൽ തന്നെ അനുബന്ധമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ തന്നെ 6ാം അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകവും 6ാമത്തെ ശ്ലോകവും, അതായത് ഗീതയിലെ അധ്യായം 5-ൽ 6ാമത്തെ ശ്ലോകം ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമായിട്ട് ഇവിടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. സന്യാസ്യസ്തു മഹാഭാഗോ ദുഃഖമാപ്തം അയോഗതാ യോഗയുക്തോ മുനിർബ്രഹ്മ ആചിരേണാദി ഗച്ഛതി. ഉത്തരഗീത 1ാം അധ്യായത്തിൽ പറയുന്ന 4ാമത്തെ, 5ാമത്തെ, 6ാമത്തെ, 7ാമത്തെ ശ്ലോകങ്ങൾ എന്നീ ശ്ലോകങ്ങളുടെ ബ്രഹ്മജ്ഞാനത്തിനും ബ്രഹ്മപ്രാപ്തിക്കും വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് നൽകുന്നത്. പ്രസ്തുത വിഷയത്തിൽ ഭഗവാൻ ഗീതയിലെ ഉപദേശങ്ങൾ എന്തെല്ലാം എന്ന് പരിശോധിക്കുന്നത് കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഉത്തരഗീത ആകെ 3 അധ്യായമുള്ളൂ. ഈ 3 അധ്യായത്തിലും ഓരോ അധ്യായം കഴിയുമ്പോഴും നമുക്ക് ഇത്തരത്തിലൊരു പഠനം നടത്തണം. അത് വ്യാഖ്യാതാവ് വ്യാഖ്യാനിച്ചതിനപ്പുറം നമ്മൾ ചിന്തിക്കണം, സ്വയം ചിന്തിക്കണം. നമുക്ക് ഏത് മാർഗമാണ് സ്വീകാര്യം, യുക്തിസഹജമായിട്ടുള്ളത് എന്ന് ഏതു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അഭ്യസിച്ച് ശീലിച്ചാലും വേണ്ടില്ല, നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട്, യുക്തിസഹജമനുസരിച്ചുകൊണ്ട് അതിനെ എങ്ങനെ നമുക്ക് പരമപദ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന്. കാരണം എല്ലാവരുടെയും സ്വഭാവവും കർമ്മബന്ധനങ്ങളും ധർമാധർമ്മങ്ങളുടെ വിവേചനം ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഈ പറയുന്നത് കേട്ടത് മനസ്സിലാക്കാനുള്ള ശ്രദ്ധയും ഒക്കെ വ്യത്യസ്തമാണ്. ആരെയും നമ്മൾ പഴിച്ചിട്ടോ ഇല്ലെങ്കിൽ കുറ്റം പറഞ്ഞിട്ടോ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ടോ കാര്യം. ഈ വൈരുദ്ധ്യാത്മികയാണല്ലോ അവധ്യാത്യ ലക്ഷണങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതായത് സൃഷ്ടിയിൽ തന്നെ ആ ബ്രഹ്മപ്രജാപതി ആദ്യം സൃഷ്ടിച്ചത് തന്നെ ഈ അവിദ്യാദി ദോഷങ്ങളാണ്. അതിൽ നിന്ന് തന്നെ ഈ വൈരുദ്ധ്യാത്മികത ഉണ്ടാകുന്ന അർത്ഥം. ഇത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ഈ മായ എന്ന് പറയുന്നത് തന്നെ ഈ വൈരുദ്ധ്യാത്മികതയാണ്. ഒരേ അച്ഛനും അമ്മയ്ക്ക് തന്നെ ഉണ്ടാകുന്ന 3 കുട്ടികൾ 3 സ്വഭാവത്തിലാകാൻ കാരണം ഈ മൂലപ്രകൃതിയാണ്. അതാണ് ഈ മായ എന്ന് പറയുന്നത്.
ആ മായയെ ജയിക്കണമെന്ന് ഭഗവാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് നിസ്സാരമല്ല ജയിക്കുക എന്ന് പറയുന്നത്. എന്നാൽ അനന്യമായിട്ട് എന്നെ ആര് ശരണം പ്രാപിക്കുന്നോ അവന് മായയെ ജയിക്കാൻ സാധിക്കും. കാരണം മായയുടെ സൃഷ്ടികർത്താവും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ തന്നെ അനന്യമായിട്ട് ശരണം പ്രാപിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഗീതയില്, ഉത്തരഗീതയിൽ തന്നെ 1-ാം അധ്യായത്തിൽ 4, 5, 6 ശ്ലോകങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നേരിട്ട് ബ്രഹ്മജ്ഞാനത്തിനും ബ്രഹ്മപ്രാപ്തിക്കും വേണ്ടിയുള്ള ഉപദേശങ്ങളാണ്. ആ 4 ശ്ലോകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. നമ്മളിപ്പോൾ പഠിച്ചതാണ്. എന്നിരുന്നാലും ഭഗവാൻ പറയാൻ തുടങ്ങുന്നത് തന്നെ സാധുപൃഷ്ടം മഹാബാഹോ മഹാബുദ്ധി മാനസി പാണ്ഡവ യന്മാം പൃച്ഛസി തത്വാർത്ഥം അശേഷം പ്രവദാമ്യഹം. ഇതാണ് 4-ാമത്തെ ശ്ലോകം. 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആത്മമന്ത്രസ്യ ഹംസസ്യ പരസ്പര സമുന്നയാൽ യോഗേന ഗതകാമാനാം ഭാവന ബ്രഹ്മചക്ഷതേ. 6-ാമത്തെ ശ്ലോകം ശരീരണാമി ജസ്യാന്തം ഹംസത്വം പാരദർശനം ഹംസോകം സാക്ഷരം ചൈവ കൂടസ്ഥം എതദക്ഷരം തദ്വിദ്വാൻ അക്ഷരം പ്രാപ്യ ജിഹ്വാൽ മരണജന്മനി കാകീമുഖ കകാരാന്ത ഉകാരന്ത ചേതനാകൃതി ചേതനാകൃതി അകാരസ്യ ലുപ്സത്യ കോ അർത്ഥ സംപ്രതിപത്യതേ. അതായത് ഇത് ബ്രഹ്മജ്ഞാനത്തിനും ബ്രഹ്മപ്രാപ്തിക്കും വേണ്ടിയിട്ട് 4 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു. അതായത് അല്ലയോ പാണ്ഡുപുത്ര, നീ ബുദ്ധിമാനാണ്. മനുഷ്യൻ പൊതുവേ നമ്മളെല്ലാവരും ബുദ്ധിമാന്മാരാണ്. വിശേഷ ബുദ്ധിയോടുകൂടിയാണ് ജനിച്ചിരിക്കുന്നത്. പക്ഷെ ആ ബുദ്ധിയെ വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യന്ത പുരുഷാർത്ഥ ഹേതുവായിരിക്കുന്ന ആ ബ്രഹ്മജ്ഞാനം ആർജിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു ശ്രേഷ്ഠമായ ബുദ്ധിയുടെ ലക്ഷണമാണ്. അതായത് നമുക്ക് ഭൗതികമായിട്ടുള്ളൊക്കെ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ളവരുടെ അച്ഛനും അമ്മയുടെ പ്രേരണ കൊണ്ടോ പുറത്ത് പോയിട്ട് ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടിയിട്ട് സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയിട്ട് ഈ ഭൗതികമായ വിദ്യയൊക്കെ പഠിക്കും. അതിന് ജിജ്ഞാസ ഉണ്ടോ ഇല്ലയോ, ഏത് വിഷയം പഠിക്കാനാ താല്പര്യം എന്നൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. പൊതുവായി കുറേ വിഷയങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വിടുന്നത്. നമ്മൾ ഈ പൊതുവായ വിഷയങ്ങൾ എന്തെങ്കിലും പഠിച്ചത് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനപ്പെടുന്നത് സാധിച്ചിട്ടുണ്ടോ? ആ സാധിച്ചിട്ടുണ്ടെങ്കിലാണ് അത് പരമമായ വിദ്യയാകുക. ഇല്ലെങ്കിൽ അതൊക്കെ വ്യർത്ഥമാണ്. ഉദാഹരണത്തിന് വെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് സയൻസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇല്ലേ? ഹൈഡ്രജനും ഓക്സിജനും ഒരു പ്രത്യേക അളവിൽ ചേർത്താൽ ജലം ഉണ്ടാകും, അതിൻ്റെ കണ്ടൻസ് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ജലക്ഷാമം വരുമ്പം ജലം അത് എന്നാൽ പിന്നെ ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജലത്തിന് ക്ഷാമമുള്ളിടത്തൊക്കെ ഇഷ്ടം പോലെ ജലം ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഈ ഭൗതിക ജ്ഞാനം പരിമിതികളുണ്ടെന്നർത്ഥം. അത് നമുക്ക് ശ്രേയസ്കരമോ പരമമായ ജ്ഞാനമോ അല്ല. എന്തൊക്കെ നമുക്ക് ജ്ഞാനം നേടിയാൽ പോലും ആ ജ്ഞാനം നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, ഈ പ്രാക്ടിക്കൽ തലത്തിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അത് പരമമായ ജ്ഞാനമല്ല, അത് നശിച്ചു പോകുന്നതാണ്. അത് പഠിച്ചു പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞു, അതിൻ്റെ പ്രയോജനമൊന്നുമില്ല. പ്രാക്ടിക്കൽ തലത്തിൽ നമുക്ക് ജീവിതത്തിൽ അതൊന്നും പറഞ്ഞാൽ ഒരു അർത്ഥമാറ്റിക്കും ഈ ആൾജിബ്രയൊക്കെ പഠിച്ചിട്ട് നമുക്ക് ജീവിതം നയിക്കാൻ പറ്റും. അതുകൊണ്ട് എന്നാൽ കണക്ക് ആവശ്യമാണ് താനും. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഈ വിദ്യയുടെ തലത്തെ പോലും വേർതിരിച്ച് ഗുണദോഷങ്ങളെ പ്രാക്ടിക്കൽ തലത്തിലും അപ്രായോഗികമായതിനെ പറ്റി ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ് യഥാർത്ഥ ബുദ്ധി. ആ ബുദ്ധിയെ തിരിച്ചറിയാനുള്ള ജിജ്ഞാസ, യഥാർത്ഥ ബുദ്ധി ശ്രേയസ്കരമാകുന്ന എല്ലാ കാലത്തും നിലനിൽക്കുന്നതും സനാതനമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതും ആയിരിക്കുന്ന ആ ജ്ഞാനം എന്താണെന്ന് അറിയുന്ന ഉള്ള ജിജ്ഞാസയാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ, അഥവാ ആ ആർജിക്കണമെന്നുള്ള ഒരു ശ്രേഷ്ഠമായ ബുദ്ധിയുടെ ലക്ഷണമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. അതാണ് അർജുനെ സംബന്ധിച്ചിടത്തോളം ആ ജിജ്ഞാസയുള്ള ഒരു ബുദ്ധിയായി. അതുകൊണ്ടാണ് നീ ബുദ്ധിമാനാണെന്ന് ഭഗവാൻ എടുത്ത് പറയാൻ കാരണം എന്താ? ഈ പരമമായ നശിക്കാത്ത സനാതനമായിരിക്കുന്ന പരമമായ വിദ്യയെ ആർജിക്കാൻ വേണ്ടിയിട്ട് നീ ആഗ്രഹിക്കുന്നു. എപ്പോഴാണോ നമ്മുടെ മനുഷ്യജന്മത്തിൽ നമുക്ക് ഇത്തരത്തിലൊരു ജിജ്ഞാസ ഉണ്ടാകുന്നത്, ഈ ആത്മാവിനെ പറ്റി ഇല്ലെങ്കിൽ ബ്രഹ്മത്തെ പറ്റി ഈശ്വരനെ പറ്റി അറിയാൻ കൂടുതൽ കൂടുതൽ അറിയണം എന്നുള്ള ജിജ്ഞാസ ഉണ്ടാകുന്നത് എപ്പോഴാണോ അതാണ് ഏറ്റവും വലിയ ഈ ബുദ്ധിമാന്റെ ലക്ഷണം എന്നർത്ഥം. അതുകൊണ്ട് ആത്മമന്ത്രസ്യ ഹംസസ്യ പരസ്പര സമുന്നയാൽ യോഗേന ഗതകാമാനാം ഭാവന ബ്രഹ്മചക്ഷത്തെ. ഇനി അങ്ങനെ ഒരു ജിജ്ഞാസ ഉണ്ടായാൽ
അവിടെ ആ സിക്സ്ത് സെൻസ് ഓപ്പൺ ചെയ്യാനുള്ള ടെക്നിക്ക് നമ്മൾ പഠിക്കണം. എന്നാലേ നമുക്ക് ഈശ്വരൻ്റെ കണ്ണിലൂടെ മാത്രമേ ഈശ്വരനെ കാണാൻ പറ്റൂ. അതാണ് ഇവിടെ ആത്മമന്ത്രസ്യ ഹംസസ്യ പരസ്പര സമുന്നയാൽ യോഗേന ഗതകാമാനം ഭാവന ബ്രഹ്മചക്ഷത എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നിസ്സാരമായ ഒരു കീർത്തനത്തിൽ പോലും കൃഷ്ണനെ നിങ്ങൾക്ക് കാണണോ, കൃഷ്ണനായി ഭവിക്കണം. ഈശ്വരനെ നിങ്ങൾക്ക് കാണണോ, ഈശ്വരനായി ഭവിക്കണം. ഈശ്വരന്റെ കണ്ണുകൾ നമ്മുടെ ഉള്ളിലുണ്ട്, അത് തുറക്കണം. അതാണ് ബ്രഹ്മചക്ഷസ് എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരന്റെ കണ്ണിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തെ തന്നെ സകലത്തിനെയും കാണാൻ ഉള്ള കെൽപ്പ് നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് ഈ തൂണിലും തുരുമ്പിലും ഈശ്വരനെ കാണാൻ സാധിക്കും. അവിടെയാണ് സാധാരണ മാംസചക്ഷുസുകളെ കൊണ്ട് എന്നെ കാണാൻ പറ്റില്ല എന്ന് ഭഗവാൻ എടുത്തു പറയുന്നത്. നമ്മൾ ഒരാളുടെ ദുഃഖത്തെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ ദുഃഖം ദുഃഖിക്കുന്ന ആളുടെ കണ്ണുകളിലൂടെ നമ്മൾ ആ ദുഃഖത്തെ കാണണം. അവിടെ തന്മയീഭാവം വരണം. ഒരാൾ സന്തോഷം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ സന്തോഷം നമുക്ക് യഥാർത്ഥ സന്തോഷമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ആ സന്തോഷം ഉണ്ടാകുന്ന അവസ്ഥയെ നമ്മൾ സ്വയം അറിയണം, അനുഭവിച്ചറിയണം. അപ്പോഴേ സന്തോഷം ഉണ്ടാകാൻ സാധിക്കും. അതായത് തന്മയീഭാവം എന്ന് പറയും. നമുക്കതിനുള്ള കഴിവൊക്കെ ഉണ്ട്, ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ വേണ്ട കാര്യത്തിന് ഉപയോഗിക്കില്ല. നമ്മളിപ്പോൾ ഒരു സീരിയലോ സിനിമയൊക്കെ കാണുമ്പം, ഇല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് നോവല് വായിക്കുമ്പം ആ കഥാപാത്രമായിട്ട് താതാത്മ്യം ഉണ്ടാകുകയും ആ പരിസരവും ലൊക്കേഷനുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോൾ ആ തന്മയീഭാവം വരുമ്പോൾ നമ്മൾ പരിസരം ഇരുന്ന് വായിക്കുന്ന അല്ലെങ്കിൽ ഇരുന്ന് കാണുന്ന ആ പരിസരബോധം, ദേഹബോധം പോലും മറന്നിട്ട് ഇത് ദഹിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ. ആ അറ്റാച്ച്മെന്റ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ ഈശ്വരനോട് ഉണ്ടാക്കണം എന്നർത്ഥം. അതാണ് ബ്രഹ്മചക്ഷസ എന്ന് പറഞ്ഞത്. അതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്. അപ്പം അതിനെന്താ വഴി? ആ ഒരു ശക്തിയിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മനക്കണ്ണ് തുറക്കണം, ജ്ഞാനദൃഷ്ടി തുറക്കണം. അതിനു വേണ്ടിയിട്ടുള്ള അഭ്യാസം ചെയ്യണം. അതിനെന്താ വേണ്ട? ആത്മമന്ത്രസ്യ ഹംസസ്യ, അതായത് മന്ത്രങ്ങളെ കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കും. മനസ്സ് ശുദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഏത് കാര്യത്തിനും വേണ്ടില്ല, മനസ്സ് ചാടിപ്പോകും. മനസ്സ് എത്ര നമ്മൾ ശരീരം കൊണ്ടാണെങ്കിൽ ഇരുന്നാലും വേണ്ടില്ല, മനസ്സ് ചാടിപ്പോകും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും മനസ്സ് എപ്പോൾ വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് കുരങ്ങൻ ചാടുന്ന പോലെ ചാടിപ്പോകും. അതിന് പ്രത്യേക സോഴ്സൊന്നും വേണ്ട, മറ്റു മാധ്യമങ്ങളൊന്നും ആവശ്യമില്ല. ആ നിമിഷ നേരം കൊണ്ട് നമുക്ക് എത്ര ദൂരം മേലെ സഞ്ചരിച്ച് മനസ്സുകൊണ്ട് സഞ്ചരിച്ചിട്ട് തിരിച്ചു വരാൻ സാധിക്കും. അതാണ് മനസ്സിന്റെ കപ്പാസിറ്റി. അപ്പൊ ആ മന്ത്ര ഉച്ചാരണയിലേക്ക് അക്ഷരബ്രഹ്മത്തെയും ശബ്ദബ്രഹ്മത്തെയും ഉപയോഗിച്ചുകൊണ്ട് കർഷണത്തിലൂടെ മനസ്സിനെ കടയിലാണ് മന്ത്രജപം എന്ന് പറയുന്നത്. അതെങ്ങനെയുള്ള മന്ത്രം ജപിക്കണം? ആത്മമന്ത്രം ജപിക്കണം. ആത്മമന്ത്രസ്യ ഹംസസ്യ. ആത്മമന്ത്രം എന്താ? സ്ഥായിയായ പ്രപഞ്ച സൃഷ്ടിക്ക് അക്ഷരബ്രഹ്മവും നാദബ്രഹ്മവും ചേർന്നിട്ട് ആദ്യത്തെ ശബ്ദം കേട്ടത് എങ്ങനെയാ? പ്രണവധ്വനി. അപ്പൊ പ്രണവമന്ത്രമാണ് യഥാർത്ഥത്തിൽ ആത്മമന്ത്രം എന്ന് പറയുന്നത്. ആ പ്രണവമന്ത്രം 4 മാത്രയിൽ ജപിച്ചാൽ തന്നെ നമ്മുടെ മനസ്സ് ഏകാഗ്രമാകാൻ തുടങ്ങും. ഏത് മന്ത്രം ജപിച്ചാലും അതിന് പ്രണവം കൂട്ടി ജപിച്ചാലും അതിന്റെ ശക്തി കൂടും. പ്രണവം ഇല്ലാതെ ജപിച്ചാലോ അതിന്റെ ശക്തി അത്രയും കപ്പാസിറ്റി കൂടില്ല. അതുകൊണ്ടാണ് പ്രണവം കൂട്ടിക്കൊണ്ട് ജപിക്കുന്ന മന്ത്രത്തിനാണ് ശക്തി കൂടുതൽ, പ്രത്യേകിച്ച് സംസ്കൃത മന്ത്രങ്ങൾ. ആ ഓം എന്ന പ്രണവമന്ത്രം ചേർത്താൽ അതാണ് ആത്മമന്ത്രം എന്ന് പറയുന്നത്. അത് നിരന്തരം നമ്മൾ അറിയാതെ തന്നെയാണ്, ശ്വാസഗതി നടക്കുമ്പോൾ തന്നെ അത് ജപിച്ചുകൊണ്ടാണ് ഇരിക്കണത്. പക്ഷെ നമ്മളത് ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പം അത് ഉള്ളിലേക്ക് നോക്കണ്ടേ, ഉള്ളിലേക്ക് ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ധ്വനി നടക്കുന്നുണ്ട്, നമ്മളെ ജീവിപ്പിക്കുന്നത്, പ്രാണന്റെ ചലനം നടക്കുന്നത് ഈ ഹംസവിദ്യ കൊണ്ടാണ്. അപ്പൊ അതിനെ പറ്റി പറയുന്നതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ. ഈ 4, 5, 6, 7 ശ്ലോകത്തിലാണ് ആദ്യത്തെ തന്നെ ഭഗവാൻ ഗീതയില് 5-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ സന്യാസസ്തു മഹാഭാഗോ ദുഃഖമാപ്തം അയോഗത യോഗയുക്തോ മുനിർ ബ്രഹ്മ ആചിരേണാദി ഗച്ഛതി. അല്ലയോ മഹാഭാഗുവായ അർജുന, കേട്ടാലും യഥാർത്ഥ യോഗ പരിശീലനം കൂടാതെ സന്യാസം ലഭിക്കുക എന്നത് വളരെ കഷ്ടതാകരമാകുന്നു. എന്നാൽ യോഗ പരിശീലനത്തോടു കൂടിയാണ് സന്യാസ ദീക്ഷ അഭ്യസിക്കുന്നതെങ്കിൽ അപ്പോൾ അത് സന്യാസയോഗം അഥവാ ജ്ഞാനയോഗമാകുന്നു.
ആ മുനീശ്വരന് വളരെ വേഗം തന്നെ സന്യാസം ലഭിക്കുന്നതും സന്യാസത്തിന് പ്രാപ്തി ഉണ്ടാകുന്നതുമാണ്. ഇന്ന് വളരെ പ്രയോജനപ്രദമായിരിക്കുന്ന ഒരു പ്രമാണമാണ് ഈ പറഞ്ഞത്. എന്തെന്നാൽ അനേകം സന്യാസി മഠങ്ങളിൽ ആചാര്യന്മാരും ശിഷ്യന്മാരും മഠാധിപതികളും അന്തേവാസികളും മറ്റുമായിട്ട് നിരവധി പേർ യഥാർത്ഥ യോഗവിദ്യ അഭ്യസിക്കാതെ ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നു ധാരണയിൽ ഒരു വൃത്തസദനമെന്നോ ഇല്ലെങ്കിൽ അഭയകേന്ദ്രമെന്നോ ഇല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള മറ്റ് കർമ്മബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ വയസ്സായിട്ട് മരിക്കാനൊരുടെ ഇടം എന്നുള്ള നിലയ്ക്ക് അന്തിമ ഘട്ടത്തിലൊക്കെ വന്നാണ് പലരും സന്യാസം സ്വീകരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സന്യാസ രീതിയെ പോലും ഇവിടെ നമ്മൾ വിമർശനം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പര്യാലോചിക്കണമെന്നർത്ഥം. അതാണ് മഹത്തായ മനുഷ്യജന്മം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള മഠങ്ങളിൽ പോയിട്ട് പോലും യഥാർത്ഥ മാർഗം സ്വീകരിക്കാതെ അത് മനുഷ്യജന്മം വ്യർത്ഥമാക്കുകയാണ് എന്നർത്ഥം. അപ്പം ഞങ്ങൾ ജ്ഞാനയോഗികൾ എന്നും പറഞ്ഞുകൊണ്ടും ചിലരൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ചിലർ ചെയ്യുന്ന കായികാഭ്യാസം ചെയ്തും പഠിച്ചും കാലം കളയുന്നു. ഹംസനാഥ ഉപാസനയുടെ ഗൂഢമായി ശ്രവിക്കുന്ന ഓങ്കാരധ്വനിയിൽ പ്രാണന്മാരെയും ജീവന്മാരെയും ലയിപ്പിച്ച് അധോഭാഗത്ത് നിന്നും ഉയർത്തി സഹസ്രാര മധ്യത്തിലേക്ക് പരമാത്മാ ശക്തിയെ, അതായത് സഹസ്രാര പത്മത്തിലേക്ക് ഉയർത്തി ലയിപ്പിക്കുന്ന വിദ്യയാണ് ഹംസയോഗം എന്ന് പറയുന്നത്. ഇപ്രകാരമുള്ള യോഗ ഉപാസന കൂടാതെ ജീവാത്മാ പരമാത്മാ ഐക്യം ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് യോഗ പരിശീലനം ഇല്ലാതെ സന്യാസം ലഭിക്കുക എന്നത് കഷ്ടതരമാണ് എന്ന് ഭഗവത്ഗീത നമ്മളെ ഉപദേശിക്കുന്നത്. ഇവിടെ സന്യാസം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാട് സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യവസ്ത്രം എടുത്ത് ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോയി ചേർന്ന് ദീക്ഷ എടുത്താൽ സന്യാസമാണെന്ന്. സന്യാസം എന്ന് പറഞ്ഞാൽ ദേഹബോധത്തെ വിട്ടിട്ട് ദേഹിബോധത്തിലേക്ക് ഉയരുക എന്ന അവസ്ഥയാണ്. സകലതും ന്യസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയ ശക്തികളും ആത്മാവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ബിന്ദുവിൽ, നമ്മുടെ ഭ്രൂമത്യത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹംസയോഗം അഭ്യസിക്കണം എന്നൊക്കെ ഉത്തരഗീതയിലും ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അതാണ് ആത്മമന്ത്രസ്യ ഹംസസ്യ പരസ്പര സമന്വയാൽ യോഗേന ഗതകാമാനാം ഭാവന ബ്രഹ്മചക്ഷത എന്ന് പറഞ്ഞത്. അപ്പോഴേ നമുക്ക് ഈ ശക്തി ഉണരുകയുള്ളൂ. അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്തണം. അതിന് മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത് മനസ്സാണ്. ആ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ, അഥവാ മനസ്സ് ഏകാഗ്രമാക്കാതെ ഒരു കാരണവശാലും ഈ ആത്മശക്തിയെ, അല്ലെങ്കിൽ ഉദ്ധരേത് ആത്മനാത്മാനെന്നൊക്കെ ഗീതയിൽ പറയുന്ന താൻ തന്നെ ഉദ്ധരിക്കപ്പെടണം. നമ്മുടെ ശരീരം മാധ്യമമാണ്. അത് അരണിയാണെങ്കിൽ ഉത്താരണി എന്ന് പറയുന്നത് ഈ ശബ്ദബ്രഹ്മവും അക്ഷരബ്രഹ്മവും ഉപയോഗിച്ചുകൊണ്ടുള്ള മന്ത്രജപമാണ്. അക്ഷരബ്രഹ്മവും ശബ്ദബ്രഹ്മവും ഉപയോഗിച്ചുകൊണ്ട് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ മന്ത്രങ്ങളെ പ്രണവം കൂട്ടി ജപിച്ചാൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വല്ലപ്പോഴും ഒരിക്കൽ ചെയ്താലോ ഈ സിദ്ധി നേടാൻ സാധ്യമല്ല. ഭഗവാൻ തന്നെ ഉത്തരഗീതയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു 12 വർഷത്തെ ആദ്യത്തെ സഞ്ചാരപാദത്തിൽ നമ്മൾ സഞ്ചരിക്കണം യോഗയിൽ. അതിലാണ് മന്ത്രം ജപം 12 വർഷമെങ്കിലും തുടരണം. പിന്നെ ഒരു 1.5 വർഷം യോഗാരൂഢനാകാനുള്ള ശ്രമമാണ് മനസ്സിനെ. അപ്പോഴത്തേക്ക് ഈ 12 വർഷം പ്രാക്ടീസ് ചെയ്താൽ മനസ്സ് ഏകാഗ്രമാകും, മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാകും. അപ്പോൾ മാത്രമേ ഈ ആത്മമന്ത്രം ജപിക്കാനും ആത്മാവിനെ സാക്ഷിയാക്കിക്കൊണ്ടില്ലേ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ആരൂഢാവസ്ഥയാണ് യോഗാരൂഢനാകുക, ഇല്ലെങ്കിൽ ആത്മാരൂഢനാകുക. ആ പാതയെപ്പറ്റി ഭഗവാൻ 2 പാതയിലൂടെ പൂർത്തീകരിക്കാൻ സാധിക്കും. അതായത് ശ്രീരാമൻ 14 വർഷം വനവാസം അനുഷ്ഠിച്ചിട്ടാണ് രാവണൻ എന്ന് പറയുന്ന അതികായനെ, ബ്രഹ്മജ്ഞാനിയെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് പോയതെന്നർത്ഥം. ബ്രാഹ്മണനേക്കാളും 10 പേരുടെ ബുദ്ധി ഉണ്ടായിരുന്ന ബ്രാഹ്മണനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്, അതനുസരിച്ചുള്ള ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമനും ലക്ഷ്മണനും 14 വർഷമാണ് ഒരു ആചാരാനുഷ്ഠാനങ്ങളാണ് ശരിക്കും ഈ 14 വർഷത്തെ വനവാസം എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊക്കെ കഥാശകലങ്ങളെ നമ്മൾ താത്വികമായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ 6ാമത്തെ ശ്ലോകത്തിൽ ശരീരണാമി ജസ്യാന്തം ഹംസത്വം പാരദർശനം.
ഹംസോഹം സ്വാക്ഷരം ചൈവ കൂടസ്ഥം യതദക്ഷരം തദ്വിദ്വാന അക്ഷരം പ്രാപ്യ ജിഹ്വിൽ മരണജന്മനി എന്ന് പറഞ്ഞു. ശരീരമാണ് മാധ്യമം. അതുകൊണ്ട് ഈ ശരീരമുള്ളപ്പം അത് ആരോഗ്യത്തോടെ സംരക്ഷിച്ചുകൊണ്ട് വേണം ഈ യോഗ പരിശീലനം സാധ്യമുള്ളൂ. കാരണം ശരീരമാധ്യം ഖലു ധർമ്മസാധനം. ഈ ശരീരം കൊണ്ട് യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം ധർമ്മക്ഷേത്രമാക്കണം ശരീരത്തെ. ആ ശരീരത്തിൻ്റെ മരണജന്മനി എന്ന് പറഞ്ഞാൽ ഈ ശരീരം നശിക്കുന്നതിന് മുമ്പേ ഇതൊക്കെ സാധിക്കൂ. ശരീരം ജീർണിച്ചാൽ പിന്നെ ഈ പറയുന്ന അഭ്യാസമൊന്നും നടക്കില്ല. അപ്പോൾ ശരീരമുള്ളപ്പോൾ അതിനെ വ്യക്തമായിട്ട് ആദരിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് പരിരക്ഷിച്ച് ആരോഗ്യ ദൃഢകാർത്ത നിത്യനൈമിത്യ കർമ്മത്തിലൂടെ സംരക്ഷിച്ച് അതിനെ നമുക്ക് ഇച്ഛിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിച്ച് ചിത്തശക്തി ഉണർത്താനുള്ള ഈ പരിശീലനം പോലും ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് ശരീരം മാധ്യമമാണ്, ധർമ്മക്ഷേത്രമാണ് ശരീരം. അതുകൊണ്ട് അതിനെ യഥാവിധി സംരക്ഷിക്കണം. കാക്കീമുഖ കകാരാന്ത ഉകാരന്ത ചേതനാകൃതി അകാരസ്യ ലുപ്തസ്യ കോ അർത്ഥ സംപ്രതിപത്യതേ എന്ന് ഹംസമന്ത്രത്തിൻ്റെ മൂലമന്ത്രം. ഈ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴേ ഈ പ്രണവമന്ത്രമൊക്കെ 4 മാത്രം ഇതിലൊക്കെ ഏത് മന്ത്രവും ജപിക്കാൻ സാധിക്കും. നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ഇരിക്കാൻ സാധിക്കുമോ? ഇരിക്കുന്നിടത്ത് എഴുന്നേക്കാൻ സാധിക്കുമോ? അപ്പോൾ അതുകൊണ്ടാണ് ഈ ശരീരം നശിക്കുന്നതിന് മുമ്പ്, നശിച്ചാലും വീണ്ടും പുനർജന്മമൊക്കെ ലഭിക്കുമെങ്കിലും നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ജന്മം സഫലമാക്കണ്ടേ? അത് ഈ ഒരു മാർഗത്തിൽ പ്രവേശിച്ച് ആ ഒരു സംസ്കാരം, ആ വാസനാബലം ഉണ്ടാക്കിയാലാണ് ഇനി മരിച്ചിട്ട് ജനിച്ചാലും ഇതേ സംസ്കാരത്തോടുകൂടി ജനിക്കാൻ സാധിക്കും എന്നർത്ഥം. ഇന്ന് ചെയ്തതിൻ്റെ ബാക്കി കർമ്മങ്ങളിലെ നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റ് ചെയ്യാം. അത് ചെയ്യണമെങ്കിൽ പോലും ആരോഗ്യം ഉണ്ടായിരിക്കണം. ശരീരമാധ്യമമാണ്. അപ്പം ഇപ്പം കിട്ടിയിരിക്കുന്ന ശരീരം ഇനി അടുത്ത ജന്മത്തിലാട്ടെ. ഇനി ശരീരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ അടുത്ത ജന്മത്തിലാകട്ടെ എന്ന് വിചാരിക്കണ്ട. ഈ ജന്മത്തിൽ എന്ത് സംസ്കാരം ഉണ്ടാക്കി വയ്ക്കുന്നു അത് തന്നെ ആയിരിക്കും അടുത്ത ജന്മത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഭൗതികമായിട്ടുള്ള വാസനാബലത്തേക്ക് ഇല്ലാതെയാക്കി ഈശ്വരനിലേക്ക് അടുക്കാനുള്ള മാർഗത്തിൽ പ്രവേശിച്ചുകൊണ്ട് ആ വാസനാബലത്താൽ മരിച്ചാൽ മാത്രമേ അതുപോലെ ശ്രേഷ്ഠമായ ജന്മത്തിലേക്ക് എത്താൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഇവിടെ തദ്വിശ്വര പ്രാപ്യ ജിഹ്വാൽ മരണജന്മനി എന്ന് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ ഈ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ച് ഉണ്ടാകുന്ന ആ ഒരു വാസനാബലം കൊണ്ട് മരിച്ചാൽ അതനുസരിച്ചുള്ള പുനർജന്മം വേണ്ടി വന്നാൽ പോലും അങ്ങനെ ഒരു ജന്മത്തിലേക്ക് എത്താം. നമ്മൾ അല്ലെങ്കിൽ തന്നെ കർമ്മബന്ധനങ്ങൾ ബാക്കിയുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ പരമമായത് അറിയാൻ ശ്രമിക്കാതെ ഈ ജീവിതം ഭൗതിക കാര്യങ്ങളിൽ മാത്രം, ഇന്ദ്രിയ ഭോഗസുഖങ്ങളിൽ മാത്രം രമിച്ച് നടന്നാൽ അതനുസരിച്ചായിരിക്കും അടുത്ത ജന്മം. ഞാൻ ആവർത്തിച്ച് പറയാറുണ്ടല്ലോ, ഈ ജന്മത്തിൽ തുടർച്ചയായിട്ട് നിങ്ങൾ ചായ കുടിച്ച് പഠിച്ച് ആ ചായയുടെ സംസ്കാരം വളർത്തി ചായ കിട്ടാതിരുന്നാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട അവസ്ഥയോ വലിയ തലവേദന വരുന്നു എന്നൊക്കെ ധരിച്ചാൽ ആ മരിക്കണ സമയത്തും ഈ ഒരു സംസ്കാരം കൊണ്ടാണ്, വാസനാബലത്താണല്ലോ ആ മരിക്കുന്നത് എങ്കിൽ അടുത്ത ജന്മത്തിൽ ജനിച്ചു വരുമ്പോൾ തൊട്ട് ചായ കിട്ടിയാലേ സന്തോഷം ഉണ്ടാവുള്ളൂ. ഇതേപോലെയാണ് നമ്മൾ എത്ര ഭാഗത്തും ജനിച്ചു ഭരിച്ചാലും ജീവിച്ചിരിക്കുമ്പോൾ ഈ ശരീരത്തോടു കൂടി ഏത് വാസനാബലമാണോ മരിക്കണ സമയത്ത് പ്രബലമായിട്ട് നിൽക്കുന്നത് അതനുസരിച്ചുള്ള ശരീരപ്രാപ്തിയും അതനുസരിച്ചുള്ള ജന്മമായിരിക്കും അടുത്ത ജന്മത്തിൽ ഉണ്ടാകുക എന്നത് യാതൊരു സംശയവുമില്ല. അതാണ് 4, 5, 6 ശ്ലോകങ്ങൾ ഇവിടെ കണക്ട് ചെയ്ത് പറഞ്ഞത്. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഈ പ്രാരാബ്ധങ്ങളൊക്കെ കൊടുക്കാൻ എളുപ്പമാണ് ഏതെങ്കിലും സന്യാസി മഠത്തിൽ ചേർന്നാൽ എന്ന് ദീക്ഷ വാങ്ങിച്ച് പോയി താമസിച്ചാൽ അവിടെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും കൂടെ ഒരു യോഗി സന്യാസിയായിരിക്കുന്ന ഒരു മഠാധിപതി തന്നെയാണ് ഈ പുസ്തകം വ്യാഖ്യാനിച്ച് എഴുതിയിരിക്കുന്നതും കൂടെ നമ്മൾ ധരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ശങ്കര പാരമ്പര്യത്തിലുള്ള ഒരു സന്യാസി പോലും എന്നോട് പറഞ്ഞു, അങ്ങ് ഒരിക്കലും സന്യാസം സ്വീകരിക്കരുത് എന്നോട് ബദരിന്ന് ഉപദേശിച്ചത് പോലും അതുകൊണ്ടാണ്. അപ്പോൾ കാരണം എന്താ? ഇവിടെ വ്യാഖ്യാതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു, സന്യാസി മഠങ്ങളും മഠാധിപതികളും അന്തേവാസികളും മറ്റുമായിട്ട് നിരവധി പേർ യഥാർത്ഥ യോഗവിദ്യ അഭ്യസിക്കാതെ ബാക്കിയുള്ള ഭൗതിക കാര്യങ്ങളിൽ മുഴുകി ഞങ്ങൾക്ക് ഇതിൻ്റെയൊന്നും ആത്മവിദ്യയുടെ ഒന്നും ആവശ്യമില്ല എന്നാൽ ഞങ്ങൾ ജ്ഞാനയോഗികളാണ് എന്നും ധരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള മഹത്തായ മനുഷ്യജന്മം കിട്ടിയിട്ടും ഇത്തരത്തിൽ സന്യാസിയായിട്ടും അവര് പരമജ്ഞാനികളാകാതെ പരമവിദ്യ പഠിക്കാതിരിക്കുന്നത് കൊണ്ട് അവര് ജന്മം തന്നെ പാഴാക്കുകയാണ്. എന്നാൽ ചിലർ
ഈ യോഗം കായിക അഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗാസനങ്ങളും അഭ്യാസങ്ങളും ചെയ്തും പഠിപ്പിച്ചും കാലം കളയുന്നുണ്ട്. അങ്ങനെയും കുറേ പേര് ജീവിതം വ്യർത്ഥമാക്കും. അപ്പം എന്നാൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ക്രിയായോഗമാണ്. ആ ഹംസയോഗം നാദോപാസനയിലൂടെ ഗാഠമായി ശ്രവിക്കുന്ന ഓങ്കാരധ്വനിയെ മനഃപ്രാണന്മാരെ ഇത് ചെയ്യണമെങ്കിൽ തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള വിദ്യയാണ് ഈ ബ്രഹ്മോപാസന എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ശ്വാസഗതിയെ നിയന്ത്രിച്ചാൽ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രാണായാമത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഭഗവാൻ പറയുന്നത് അത് ഹംസയോഗത്തിൽ അഭ്യസിക്കാനാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ പ്രാണന്റെ ശക്തി കൊണ്ട് തന്നെ സഹസ്രാരപത്മത്തിൽ മൂലാധാരത്തിൽ കിടക്കുന്ന നമ്മുടെ സുഷുമ്നാനാടി കിടക്കുന്ന പ്രാണനെ ഉയർത്തിക്കൊണ്ടുവന്ന് ആജ്ഞാചക്രത്തിൽ സ്ഥിതം ചെയ്ത് സഹസ്രാരപത്മത്തിലൂടെ വെളിയിലേക്ക് വിടാനുള്ള ടെക്നിക്കാണ് ഹംസയോഗം എന്ന് പറയുന്നത്. അത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തന്നെ ബാക്കിയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ വിമുക്തമായിട്ട് ഇരിക്കണം എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 7-ാമത്തെ ശ്ലോകത്തിൽ യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മാ ഭൂതാത്മാ കുർവൻ നബീന ലഭ്യതേ. യോഗം അഭ്യസിക്കുന്ന മുനീശ്വരൻ വിജ്ഞാതവും ജിതേന്ദ്രിയനുമായി തീരും. അദ്ദേഹം പ്രാണായാമ ധ്യാന ധാരണ, അതായത് അഷ്ടാംഗ യോഗത്തിന് പ്രാധാന്യം കൊടുക്കണം. അതാണ് ഗീതയിലും 5-ാമത്തെ 6-ാമത്തെ അധ്യായം നമ്മൾ കൂട്ടിച്ചിന്തിച്ചാൽ ശരിക്കും ഭാഗവതത്തിൽ കപിലോപദേശത്തിൽ പറയുന്ന 8-ാമത്തെ അധ്യായം അഷ്ടാംഗ യോഗമാണ്. 5-ഉം 6-ഉം അധ്യായം കൂട്ടിച്ചേർത്ത് ചിന്തിച്ചാൽ അത് 5-ാമത്തെ അധ്യായം സന്യാസയോഗമെന്നും 6-ാമത്തെ അധ്യായം ധ്യാനയോഗം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഇത് കൂട്ടിച്ചിന്തിച്ചാൽ അഷ്ടാംഗ യോഗമാണ്. അതാണ് യോഗയുക്ത വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മാ ഭൂതാത്മാ കുർവൻ നബീന ലഭ്യതേ എന്ന് ഭഗവത്ഗീതയിൽ 5-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഈ യോഗ അഭ്യസിക്കണം. ഇതാദ്യം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഹംസയോഗത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കൂ. അതുകൊണ്ട് യോഗം അഭ്യസിക്കുന്ന ഈ ജിജ്ഞാസു എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ജിതേന്ദ്രിയനാകേണ്ട പരിശീലനം ചെയ്യണം. അതാണ് യമനിയമങ്ങൾ പാലിക്കുക, പിന്നെ യോഗാസനങ്ങളെ കൊണ്ട് ശരീരത്തിൻ്റെ പെർഫെക്ഷൻ നിലനിർത്തുക, 3-ാമത്തത് ആസനജയം സ്വീകരിക്കുക. 3 മണിക്കൂറെങ്കിലും ഇരിക്കാൻ സാധിക്കണം നട്ടല് നിവർത്തി. ഇതാണ് ആസനജയം എന്ന് പറയുന്നത്. 4-ാമത്തെ പ്രാണായാമം ശീലിക്കണം. അതിന് മന്ത്രജപം കൊണ്ട് തന്നെ നാഡിശുദ്ധി പ്രാണായാമം നടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4-ാമത്തെ യോഗമാണ് 5-ാമത്തെ യോഗമാണ് പ്രാണായാമം, അതായത് പ്രത്യാഹാരം. പ്രാണായാമം 4-ാമത്തെ യോഗം. 5-ാമത്തെ സ്റ്റെപ്പിൽ പ്രത്യാഹാരം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. കണ്ണുകളെ കാഴ്ചകളിൽ നിന്നും, ചെവിയെ കേൾവിയിൽ നിന്നും, മൂക്കിനെ ഗന്ധത്തിൽ നിന്നും, നാക്കിനെ സ്വാദിൽ നിന്നും, ത്വക്കിനെ സ്പർശനത്തിൽ നിന്നും പിൻവലിക്കുന്ന ടെക്നിക്കാണ് 5-ാമത്തെ യോഗം. അത് കഴിഞ്ഞിട്ടാണ് ധാരണ. ഈ 5 യോഗങ്ങൾ ശരീരത്തിലൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ പിന്നെ ധാരണയും ധ്യാനവും സാധ്യമാകും. ആ 2 യോഗം കൊണ്ട് പ്രാപ്തമാക്കിയാലാണ് സമാധി സ്വയം സംഭവിക്കുക. നമുക്ക് സമാധാനം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് അനുഭവിച്ചറിയണം. അതിന് ഈ 6 പടികൾ കടക്ക് തന്നെ വേണം. അപ്പം അതിനുള്ള അഭ്യാസം ശീലിക്കണം. അപ്പോഴേ ജിതേന്ദ്രിയനാകുക. ജിതേന്ദ്രിയനാകുക പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാകുക. അപ്പം അങ്ങനെയുള്ള വിജിതാത്മാവ്, ജിതേന്ദ്രിയൻ, ഇന്ദ്രിയങ്ങളെ നിലനിർത്തുവാൻ കഴിയുന്നവനായിട്ട്, അത് ഇന്ദ്രിയങ്ങളെ തൻ്റെ ചൊൽപ്പടിക്ക് നിലനിർത്താൻ കഴിയുന്നവനായിട്ട് മാറും. അദ്ദേഹം സർവഭൂതങ്ങളിലിരിക്കുന്ന ആത്മാവും തൻ്റെ ആത്മാവും ഒന്നായിട്ട് അറിയുന്നവനാകും. സ്വാഭാവികമായോ ലോക നന്മയ്ക്ക് വേണ്ടിയോ അദ്ദേഹം പല കർമ്മങ്ങളെയും ചെയ്തു എന്ന് വരാം. എന്നാലും അവയിലൊന്നും അദ്ദേഹം ലിപ്തനാകില്ല എന്ന് പറഞ്ഞാൽ അതിൽ അഹങ്കരിക്കുകയോ ഇല്ലെങ്കിൽ അതിൽ മാനാഭിമാനങ്ങളെയോ ഒക്കെ പാലിക്കാതെ നിസ്സംഗഭാവത്തിൽ ചെയ്യുന്ന ഒരു യോഗിയായിട്ട് മാറും. അതാണ് മറ്റ് കർമ്മ ബന്ധനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാവുന്നത്. കർത്തൃത്വാഭിമാനം ഇല്ലാതിരിക്കുക, ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക, ചെയ്യുന്നതൊക്കെ ഈശ്വര അർപ്പണമായിട്ട് ചെയ്യാൻ സാധിക്കുക. അവിടെയാണ് യജ്ഞഭാവന, വിശാല ബുദ്ധിയൊക്കെ തന്നെ ഉണ്ടാകും ഈ ഒരു പരിശീലനം ഉണ്ടായാൽ. അപ്പോൾ യോഗയുക്തൻ വിശുദ്ധാത്മാവ്, ശുദ്ധമായ വിശേഷ ശുദ്ധമായ ആത്മാവോട് കൂടിയവനെയാണ് വിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അവൻ വിചിതാത്മാവ്, ആത്മാവിനെ ജയിച്ചവനാകും. ജിതേന്ദ്രനാവും, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായി തീരും.
മാത്രമല്ല സകല ജീവികളുടെ ആത്മാവും തൻ്റെ ആത്മാവും ഒന്നു തന്നെ എന്ന ബോധമുണ്ടായതിനാൽ അവൻ സമദർശിയായിരിക്കും, കർമ്മബന്ധനങ്ങൾ ഇല്ലാത്തവനുമായി തീരും. ഇത് യോഗ പരിശീലനത്തിൻ്റെ ഒരു പ്രത്യക്ഷ ഫലമാണ്. അപ്പോൾ യോഗ പരിശീലനം കൂടാതെ ഈ പറയുന്ന അഷ്ടാംഗ യോഗമാണ് നിത്യനൈമിത്യ കർമ്മത്തിൽ ചെയ്യാൻ ഭഗവാൻ ആവർത്തിച്ച് പറയുന്നത്. അത് അവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് യുക്താഹാര വിഹാരസ്യ യുക്തേജസ്സു കർമ്മസു യുക്ത സ്വപ്ന അവബോധസ്യ യോഗോ ഭവതി ദുഃഖക. നമുക്ക് ഈ സംസാര ബന്ധനത്തിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോലും തടസ്സമുണ്ടാക്കുന്നത് ഭൗതികമായ ദുഃഖങ്ങളാണ്, പ്രാരാബ്ധങ്ങളാണ്. അപ്പൊ അതിനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ അഷ്ടാംഗയോഗ അനുസരിക്കാം നിത്യനൈമിത്യ കർമ്മത്തിലൂടെ. അപ്പം അത് എങ്ങനെ ചെയ്യണം എന്ന് കൂടെ പറഞ്ഞു. അവരവിടെ യുക്താഹാര വികാരസ്യ യുക്ത തേജസ്സു കർമ്മസ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് യുക്തിസഹജമായിട്ട് ഇതിൽ ഏത് രീതിയിൽ ഏത് മാർഗത്തിൽ എപ്പോൾ എങ്ങനെയൊക്കെയാണ് ഞാൻ ഈ യോഗം പരിശീലിക്കേണ്ടതെന്ന് യുക്തിസഹജമായിട്ട് തൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് സ്വയം തീരുമാനം എടുത്തുകൊണ്ട് സ്വയം അതിൽ പ്രവർത്തിക്കണം. ഒരു ഗുരുവിൻ്റെ ഉപദേശം കിട്ടിയാൽ പോലും അവരവരുടെ സ്വഭാവവും, അതാണ് ഭഗവാൻ പറഞ്ഞത് യഥാ ഇച്ഛസി തഥാ ഗുരു എന്ന് പറഞ്ഞത്. ഒന്നോടെ പര്യാലോചിക്കുക. ഇതിതേ ജ്ഞാനമാഖ്യാതം മുഖ്യാൽ മുഖ്യധരം മയാ വിമർശയിൽ അശേഷേണ യഥേ ഇച്ഛസി തഥാ ഗുരു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ഉപദേശിക്കാമെന്ന് നിനക്ക് പറഞ്ഞു തരാണല്ലോ. ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നാലും അദ്ദേഹം ദീക്ഷ തന്നാൽ പോലും നമുക്ക് നേരിട്ട് ചെവിയിൽ ഒരു മന്ത്രം ഉപദേശിച്ച് ദീക്ഷ എന്ന് പറയുന്ന ആ സംഗതി തന്നാൽ പോലും അതിനെ യുക്തിസഹജമായിട്ട് പര്യാലോചിക്കണം. വിമർശന ബുദ്ധിയോടെ ആണെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിവാരണം നടത്തണം. എന്നിട്ട് നമ്മുടെ ഇച്ഛ അനുസരിച്ചുകൊണ്ട് ചെയ്യാനാണ് ഭഗവാൻ പോലും പറയുന്നത്. കാരണം ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ പോലും നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല. അപ്പൊ ഇഷ്ടമില്ലാത്ത കർമ്മം ചെയ്താലോ? അപ്പൊ നമുക്ക് ഏറ്റവും വലിയ ആരുടെ ഉപദേശം കിട്ടിയാലും വേണ്ടില്ല, ഏത് മാർഗത്തിൽ ഉപദേശം കിട്ടിയാലും വേണ്ടില്ല, നമ്മുടെ ഇച്ഛാശക്തിയെ ഉണർത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ആ കർമ്മത്തിൽ നമുക്ക് താല്പര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒരു താല്പര്യമില്ല. പിന്നെ ബൈ ഓർഡർ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ, നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട്, ജോലി കിട്ടണം, ആദ്യമൊക്കെ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. ജോലി കിട്ടിക്കഴിയുമ്പം അവിടെ കുറേ കാലം പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ ട്രെയിനിങ് കഴിയുമ്പോഴും വളരെ ഉത്സാഹമായിരിക്കും. എവിടെയെങ്കിലും പോസ്റ്റഡ് ആയിട്ട് ആ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിൽ തൻ്റെ സ്വഭാവം ഇഷ്ടമാണ്, ഈ ജോലി ഇഷ്ടമാണ്, മറ്റേ ജോലി ഇഷ്ടമാണ്, ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല. കുറേ കാലം അതേ റെപ്യൂട്ടേഷനിൽ ഒരേ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ അതിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നമ്മളൊരു ജോലി പ്രവേശിച്ചാൽ പോലും ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനിപ്പോൾ ഒരു ട്രെയിൻ യാത്രയിൽ വരുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന ആള് കണ്ണൂർ വർക്ക് ചെയ്യുന്ന ഒരു പോലീസുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വീട് ആലപ്പുഴയാണ്. അപ്പം എങ്ങനെയുണ്ട് ജോലി? ഞാൻ ഡിഫൻസിലൊക്കെ ജോലി ചെയ്താൽ പരിചയപ്പെട്ട കൂടത്തിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇദ്ദേഹം പോലീസിനെ പറ്റി ചോദിച്ചു, എങ്ങനെയുണ്ട് പോലീസിൻ്റെ ജോലി? ഞാനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ ജോലിക്കും ഉണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഭഗവാൻ യഥാ ഇച്ഛസി തഥാ. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിലോ, നമ്മുടെ താല്പര്യം അനുസരിച്ച് നമ്മുടെ ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് സ്വഭാവസ്തു പ്രവർത്തന. അതാണ് യുക്താഹാര വിഹാരസ്യ എന്ന് പറഞ്ഞത്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള പോലെ ആഹാരം കഴിച്ച് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ ശ്രമിക്കണം. അതാണ് നമ്മളെ ദുഃഖത്തിൽ നിന്ന് മറികടക്കാൻ സഹായിക്കുക. അപ്പം യോഗ പരിശീലനത്തിലാണെങ്കിലും ഈ ഹംസയോഗം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് തത്വദർശിയായിട്ടിരിക്കുന്ന ഗുരുവിൻ്റെ അടുത്ത് ഉപദേശം സ്വീകരിച്ചാലും ദീക്ഷ എടുത്താലും വേണ്ടില്ല, അവരവരുടെ സ്വഭാവവും അവരുടെ ഇഷ്ടാനുസങ്ങളും അനുസരിച്ചുകൊണ്ട് യുക്തിസഹജമായിട്ട് വേണം അതിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അർത്ഥം. അതാണ് നമുക്ക് ഈ ദുഃഖങ്ങളിൽ നിന്നും പ്രാരാബ്ധത്തിൽ നിന്നും മോചനം നൽകുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? വെച്ച് കിട്ടിയാൽ ഏച്ചിരിക്കുന്നു പറഞ്ഞ പോലെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അതേപടി ആവർത്തിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മനസ്സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കും ഇതെനിക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമില്ല. അപ്പം മനസ്സിന് താല്പര്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ചെയ്താലും അത് യാന്ത്രികമായി പോകും. അവിടെ അനുസരണ അല്ല, അനുകരണമായിരിക്കും ഉണ്ടാവുക. അനുകരിച്ചാൽ യഥാർത്ഥ ഫലം കിട്ടില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് എന്നൊക്കെ ന്യായം പറഞ്ഞാലും നമ്മൾ താല്പര്യത്തോടു കൂടി ഒരു കാര്യം ചെയ്താലുണ്ടാകുന്ന സക്സസ്സും വിജയവും താല്പര്യമില്ലാതെ അനുകരണ ഭാവത്തിൽ ചെയ്തിട്ടുണ്ടാകുന്ന ആ യാന്ത്രികതയിലൂടെ നേടുന്ന സുഖവും രണ്ടാണ്. അതാണ് ഇവിടെ യോഗോ ഭവതി ദുഃഖ എന്ന് പറയുന്നത്. അപ്പോഴേ നമുക്ക് ദുഃഖത്തിന് ഈ പ്രാരാബ്ധത്തിന് ശമനം ഉണ്ടാകുന്നു. ഇല്ലെങ്കിൽ അനുകരിക്കാൻ പോയാൽ മറ്റൊരാളായ പോലെ നമ്മൾ ആകാൻ ശ്രമിച്ചാൽ
അത് നമുക്ക് പരമമായ ശാന്തിയും സമാധാനവും നൽകിക്കൊള്ളുന്ന നിർബന്ധമില്ല. എനിക്ക് സൂട്ടാകുന്ന ഒരു മാർഗം ചിലപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾക്കാർക്കും സൂട്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല. ചില കാര്യങ്ങളൊക്കെ പൊതുവായ ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നതും. വീണ്ടും ഭഗവാൻ ഗീതയിലെ 5-ാം അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. കാമക്രോധ വിയുക്താനാം യതീനാം യഥചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തത്തെ വിദിതാത്മനം. ഈ വികാരവിചാരങ്ങളെ നമ്മളിപ്പോൾ ഈ ഭൗതിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാമക്രോധാദി വികാരങ്ങളെ ജയിക്കാതിരുന്നാൽ ഈ മനോനിയന്ത്രണം സാധ്യമല്ലാതെ വരും. മനസ്സ് ചഞ്ചലമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വികാരവിചാരങ്ങൾക്ക് അടിമയായി പോവുക. വികാരവിചാരങ്ങൾക്ക് അടിമയായി പോവുക എന്ന് പറഞ്ഞാൽ അതിനെന്താ കാരണം? നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ മനസ്സ് പോയാൽ അത് നമ്മുടെ മനസ്സിനെ വികലമാക്കും. ഒന്നുകിൽ അത് സാധിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചാലും ചിലപ്പോൾ സാധിക്കാതെ വന്നാൽ ദേഷ്യം വരും. ഇല്ലെങ്കിൽ ആ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനാരെങ്കിലും തടസ്സം നിന്നാലും ക്രോധം ഉണ്ടാകും. അപ്പം ഈ കാമക്രോധാദികളാണ് നരകത്തിലേക്കുള്ള 3 വാതിലുകൾ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ ജയിക്കണം. മനോനിയന്ത്രണം സാധിച്ചവരും ആത്മജ്ഞാനികളുമായിരിക്കുന്ന യതീൻ ഈശ്വരന്മാർക്ക് ചുറ്റും ബ്രഹ്മനിർവാണം വർത്തിക്കുന്നു. ജീവൻ മുക്തരായിരിക്കുന്ന അവർ സദാസമയം ബ്രഹ്മനിർവാണത്തെ സ്ഥിതി ചെയ്യുന്നു. വിദേഹമുക്തിയിലൂടെ മഹാനിർവാണത്തെ പ്രാപിക്കുകയും ചെയ്യും. പ്രബലവും എന്നാൽ സദാ ചഞ്ചലവുമായിരിക്കുന്ന മനസ്സിനെ നിയന്ത്രിച്ച് വശത്താക്കുന്നത് ദുഷ്കരമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനോനിയന്ത്രണത്തിനുള്ള മാർഗവും ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നുമുണ്ട്. അസംശയം മഹാബാഹോ മനോ നിർനിഗ്രഹം ചലം അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ഗൃഹ്യതേ. മനോനിയന്ത്രണം ദുഷ്കരമാണെന്ന് യാതൊരു സംശയവുമില്ല എന്ന് ഭഗവാൻ തന്നെ അർജുനൻ പറയുന്നത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. നീ പറഞ്ഞത് വളരെ ശരിയാണ്, മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ ദുഷ്കരമാണ്. എങ്കിലും മനോനിയന്ത്രണം ഇല്ലാതെ ആത്മദർശനവും മോക്ഷവും സാധ്യമല്ലോ അർജുന. അതുകൊണ്ട് നിരന്തരമായ യോഗ പരിശീലനവും വിഷയങ്ങളിലുള്ള വിരക്തിയും കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം. അതുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് ഭഗവാൻ യോഗ പരിശീലനത്തെപ്പറ്റി 6-ാമത്തെ അധ്യായത്തിൽ 13-14 ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. കാരണം ഈ അഭ്യാസം ചെയ്യാതെ പിന്നെ ഭൗതിക വിഷയങ്ങളുള്ള വിരക്തി, നമ്മളെ കൂടുതൽ ബന്ധനത്തിൽ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പാഞ്ഞത് ഇന്നത് അത് വാസനാബലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കിട്ടാതെ പറ്റില്ല എന്നൊരു അഡീഷൻ മമതാബന്ധം കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് കർമ്മങ്ങളിലും ഉണ്ടാകും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാകും. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഏതൊക്കെ വിഷയങ്ങൾ അറിയാം, അതിൽ സുഖഭോഗങ്ങൾ തേടുമ്പോൾ ഏതിലാണ് കൂടുതൽ സുഖം കിട്ടുന്നത്, ശാന്തിയും സമാധാനവും നമുക്ക് തൃപ്തികരമായിട്ട് മാറുന്നത്, അതിൽ അഡീഷൻ ഉണ്ടാക്കും, മമതാബന്ധം കൂടും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പോലും ദുഷ്കരമാക്കണം. അപ്പം എന്ത് വേണം? പ്രവൃത്തി മാർഗത്തിൽ പ്രവർത്തിക്കരുത്, നിവർത്തി മാർഗത്തിൽ പ്രവർത്തിക്കണം. ഇപ്പം ഇച്ഛാശക്തി ഉണർന്നാലും അത് ക്രിയാശക്തിയിലേക്ക് എത്തിക്കണം. ക്രിയാശക്തിയെ ജ്ഞാനശക്തി ആക്കണം എന്നുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലുള്ള അറ്റാച്ച്മെൻറ്റും മമതാബന്ധം വിരക്തി ഉണ്ടാക്കണം. ഇല്ലേ ഭൗതിക വാദത്തിനോടുള്ള വൈരാഗ്യം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ജ്ഞാനം ലഭിക്കൂ. അതിനെന്താ വഴി? ആദ്യം ഇഷ്ടമുള്ളത് എന്താണോ അത്, ഇപ്പോൾ ഭക്ഷണം തന്നെ എന്താണോ ഇഷ്ടമുള്ളത് അത് കഴിച്ച് അതിനോട് വിരക്തി ഉണ്ടാക്കണം. കഴിക്കാതെ സമ്മതിക്കില്ല. അപ്പം ധ്യാനിക്കാനിരിക്കുന്ന ആള് മസാല ദോശയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവന് ധ്യാനം നടക്കില്ല. പിന്നെ ധ്യാനത്തിൻ്റെ വിഷയം എന്താ? മസാല ദോശയാണ്. അപ്പോൾ എഴുന്നേറ്റ് പോയിട്ട് മസാല ദോശ ഉണ്ടാക്കി കഴിക്കുകയോ ഇല്ലേ പോയി വാങ്ങി കഴിക്കുകയോ ചെയ്യുക. എന്നിട്ട് ഇതല്ല ശാശ്വതം, കഴിച്ചു കഴിയുമ്പോൾ ആ സുഖം പോയി, അതിന് ഇഷ്ടം കൂടുതലാന്ന് പറഞ്ഞ് 2-3 കഴിക്കാൻ പറ്റും. ഇനി കഴിച്ചാലോ അത് ദഹനക്കേടുണ്ടാകും. അപ്പം ഇങ്ങനെ നമുക്ക് അത് ശാശ്വതമായ പരിഹാരമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മസാല ദോശ കഴിക്കൽ നിർത്തണം. അതായത് അതിനോട് വിരക്തി ഉണ്ടാക്കണം. ഇതെനിക്ക് പറ്റിയതല്ല, എൻ്റെ വയറ് കേടാക്കും, ഇല്ലെങ്കിൽ എൻ്റെ ഈ ആത്മീയ മാർഗത്തിന് ഈ വിഷയമൊന്നും ശാശ്വത പരിഹാരമല്ല, ഇതുകൊണ്ട് ശാശ്വതമായ ശാന്തിയും സമാധാനവും എനിക്ക് ഉണ്ടാകില്ല. കഴിച്ചാലുള്ള ഗുണം എന്താ, കഴിക്കാതിരുന്നാലുള്ള ദോഷമെന്താ, ഇത് അനുഭവിച്ചറിഞ്ഞിട്ട് വേണം. ഇത് സ്ഥിരമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് ഈശ്വരൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കാനില്ലേ
മനസ്സിനെ നിയന്ത്രിക്കാൻ ഇത് തടസ്സമുണ്ടാക്കും, അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിക്കണം എന്ന് സ്വയം തീരുമാനിച്ച് അതിനെ ഉപേക്ഷിക്കും. അല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ട് ഉപേക്ഷിക്കാൻ സാധ്യമല്ല. നമുക്ക് അഡീഷൻ ഏത് വിഷയത്തിലുണ്ടായാലും വേണ്ടില്ല, അത് സ്വയം തീരുമാനിച്ചാൽ മാത്രമേ ഉപേക്ഷിക്കാം. വേറെ ആരെങ്കിലും മാർഗദർശനമൊക്കെ ഇഷ്ടം പോലെ കിട്ടും, പക്ഷേ അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞാലും അവനോട് തോന്നണ്ടേ. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം മനസ്സിനെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ മൃഗങ്ങളെയും കൂടെ പാഠമാക്കണം. ചില മൃഗങ്ങളെ, ഒരു നായയെ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, അത് ചില സമയത്ത് വളരെ അർജൻറ്റായിട്ട് നിങ്ങളൊന്നും ശ്രദ്ധിച്ചു നിന്നാൽ അറിയാം, ഭയങ്കര സ്പീഡിൽ ഓടും. എന്തോ അത്യാവശ്യ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാന്നുള്ള ഭാവത്തിലാണ് ഇത് ഓടണേ. നമ്മൾ തോന്നുന്നു എന്തിനാ നായ ഓടണേന്ന്. അത് ഒരു ഓട്ടം ഓടിയിട്ട് ഒരു ലക്ഷ്യസ്ഥാനത്ത് എവിടം വരെ പോയിട്ട് അതേപടി തന്നെ അതേ സ്പീഡിൽ തിരിച്ചും വരും. എന്താ കാര്യം സാധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും അറിയില്ല, നമുക്കും അറിയില്ല. ഇതേപോലെ മനസ്സ് പിടിച്ചാൽ കിട്ടില്ല. അപ്പം അവിടെ എന്തോ കിട്ടുന്ന ഉദ്ദേശം കൊണ്ട് ഇത് ഭയങ്കര സ്പീഡിൽ ഓടും. അവിടെ ചെല്ലുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഓടും എന്ന് പറഞ്ഞ പോലെ മനസ്സ് പിടിച്ചാൽ കിട്ടില്ല. ഇല്ലെങ്കിൽ നായയെ വളർത്തിക്കൊണ്ടിരിക്കുന്നവരെ യജമാനൻ എന്താ പറയണേ, ചങ്ങലയെ പിടിച്ച് നടത്താൻ പോകുമ്പോഴേ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ യജമാനൻ ഈ നായ പോകുന്ന വഴിക്ക് ചങ്ങലയാൽ വലിക്കപ്പെട്ട് നായയുടെ പിന്നാലെ പോവുക. അതേപോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത്. ഒന്നുകിൽ കണ്ടതിൻ്റെ വിലയില്ല, കെട്ടതിൻ്റെ വില നമ്മളെ ശരീരം കൊണ്ട് വലിച്ചുകൊണ്ട് പോകുക അതിൻ്റെ പിന്നാലെ. അതിനെ നിയന്ത്രിക്കാതെ ഒരു കാരണവശാലും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ലെന്നാണ് പറഞ്ഞു. അത് ദുഷ്കരം തന്നെയാണ്. പക്ഷെ അതിനെ നിരന്തരം ശ്രമിക്കുകയും വേണം, അഭ്യാസം ചെയ്യാന്ന് പറഞ്ഞാൽ ശനൈശനൈരുപരമേ ബുദ്ധ്യാതിഥി ഗീതയാന്നൊക്കെ ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം നിരന്തരം ശ്രമിക്കണം. ചടങ്ങ് പോലെയല്ല, നിത്യനൈമിത്യ കർമ്മത്തിലൂടെ തന്നെയുള്ള ഒരു അഭ്യാസം തന്നെ വേണം. അപ്പോൾ ഇഷ്ടമുള്ള എന്താണോ, പിന്നെ പ്രവൃത്തിമാർഗം നിവൃത്തിമാർഗത്തിൽ വേണം. എന്ത് ഇഷ്ടാനുഷങ്ങൾ നമുക്ക് വാസനാബലം ഉണ്ടെങ്കിലും അത് അനുഭവിച്ചിട്ട് അതിനെ വിടണം. അതാ നിവൃത്തിമാർഗം എന്ന് പറയുന്നത്. അത് നിർത്താൻ വേണ്ടിയിട്ട് പുതിയത് എന്തെങ്കിലും തുടങ്ങാൽ അത് പ്രവൃത്തിമാർഗം. അപ്പം ചായ കൂടി നിർത്താൻ വേണ്ടിയിട്ട് പാല് കുടിച്ച് പഠിച്ചാൽ പാല് കൂടി നിർത്താൻ വേണ്ടിയിട്ട് കാപ്പി കുടിച്ച് പഠിക്കുക, കാപ്പി കുടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കുടിച്ച് പഠിക്കുക. ഇങ്ങനെ പ്രവൃത്തിമാർഗം കണ്ടിന്യൂഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ, വാസനാബലം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മറ്റൊന്നുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിമാർഗമാണ്. അത് ആധ്യാത്മികത തന്നെ ഉണ്ടാവും. വിഷ്ണു സഹസ്രനാമം പഠിക്കും, അത് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും ഒരു ലളിതാ സഹസ്രനാമം കുറച്ചുകൂടെ കേമ, അത് പഠിക്കും. പിന്നെ ആരെങ്കിലും പറയും നാരായണീയ കേമാണ്, അത് പഠിക്കും. ഭാഗവതം കേമാന്ന് പറയും. ഇങ്ങനെ 18 പുരാണവും പഠിക്കും. എന്തിലെങ്കിലും ഉറച്ചു നിൽക്കുമോ? ഇത് ആധ്യാത്മികയിൽ പോലും ഇപ്പോൾ ഈ ഗുരുക്കന്മാരെ തേടുന്നല്ലോ. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പഠിക്കും, അത് കഴിയുമ്പോൾ വേറെ ആരും പറയും ഇതാ ഇന്ന ഗുരുവിൻ്റെ അടുത്ത് പോയില്ല. ഇങ്ങനെ പ്രവൃത്തി മാർഗത്തിൽ പ്രവർത്തിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ. ചിലരെ കാണാം തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ജ്യോത്സ്യന്മാരുടെ പിന്നാലെ പോകും. രാശി വയ്ക്കലും എന്ത് കാര്യം വന്നാലും രാശി വെച്ച് നോക്കാം. അവരടുത്ത് വച്ച് നോക്കിയിട്ട് അയാളെ കൊണ്ട് തൃപ്തിയായാലും നമ്മൾ ഉദ്ദേശിച്ച അയാൾ വേറെ ആരോടും അന്വേഷിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിത്തിരിയെ തന്നെ. ഇങ്ങനെയൊക്കെ ജീവിതം വ്യർത്ഥാക്കുന്നവരെ നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം. അതെന്തുകൊണ്ട്? ആത്മനിയന്ത്രണം ഇല്ലാത്തത്, മനോനിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ്. ഈ മനസ്സിനെ നിയന്ത്രിക്കൽ ദുഷ്കരമാണ്. പക്ഷെ അതിന് നിരന്തരം അതൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങി കച്ച കെട്ടി ഇറങ്ങി പുറപ്പെട്ടാൽ സാധിക്കാത്ത കാര്യവുമല്ല നമ്മൾ എന്നുവരെ ഈ മനോനിയന്ത്രണം സാധിക്കാതിരിക്കുന്നിടത്തോളം കാലം ഈശ്വര സാക്ഷാത്കാരവും സാധ്യമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ യോഗവും കിട്ടുന്നതല്ല. അപ്പൊ അതുകൊണ്ട് അസംശയം മഹാഭാഗവും മനോനിർണ്ണ ദുർനിഗ്രഹം ചലം അഭ്യാസേനത് കൗന്ദേത വൈരാഗ്യേന ഗൃഹ്യതേ. മനോനിയന്ത്രണം ദുഷ്കരം എന്നതിന് യാതൊരു സംശയവുമില്ല. നിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. എങ്കിലും മനോനിയന്ത്രണം ഇല്ലാതെ ആത്മദർശനവും മോക്ഷവും സാധ്യമല്ല അർജുന. അത് ഏത് ഹംസയോഗത്തിന് പോയാലും വേണ്ടില്ല, ഏത് അഷ്ടാംഗയോഗം പഠിക്കാൻ പോയാലും വേണ്ടില്ല. മനോനിയന്ത്രണം ഇല്ലാതെ ഈ അഭ്യാസം പോലും വേണ്ട വ്യക്തി ശ്രദ്ധയോടെ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നിരന്തരമായ യോഗ പരിശീലനവും വിഷയങ്ങളിലുള്ള വിരക്തിയും ഉണ്ടാക്കാതെ മനസ്സ് നിയന്ത്രിക്കപ്പെടുന്നതല്ല. സമം കായ, ഇനി അതിനുള്ള ആദ്യത്തെ ശ്രമം കുറച്ചു നേരം ശരീരത്തെ സ്ഥിരമായിട്ട് നിർത്തണം എന്നൊക്കെ ഗീതയിൽ തന്നെ 6-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകത്തിലും 14-ാമത്തെ ശ്ലോകത്തിലും രണ്ടും ചേർത്ത് പഠിക്കണം. എങ്ങനെയാണ് ഇത് അഭ്യസിക്കേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. സമം കായ ശരീരോഗ്രീവം ധാരയൻ അചലം സ്ഥിര സംപ്രേക്ഷ്യ നാസികാക്രംസം ദിശാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭിർ
ബ്രഹ്മചാരി വൃതേ സ്ഥിതഃ മനസ്സംയമ്യമച്ചിത്തോ യുക്ത ആസീതമൽപര. ഇത് നമ്മൾ പ്രാണായാമോ ഇല്ലെങ്കിൽ ആസനജയം സ്വീകരിച്ചാൽ ചാലിച്ചാൽ മാത്രം ശരീരത്തിൻ്റെ സ്ഥിതി, അതാണ് അഷ്ടാംഗ യോഗത്തിൽ യമനിയമങ്ങൾ പാലിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ യോഗം അതാണ്. രണ്ടാമത്തത് ശരീരം നമുക്ക് ഏത് തരത്തിൽ നമ്മൾ ഇച്ഛിക്കുന്ന വിധത്തിൽ വഴങ്ങുന്ന വിധത്തിലാക്കി എടുക്കാൻ വേണ്ടി യോഗാസനങ്ങളോ ഇല്ലെങ്കിൽ അതിനുള്ള വ്യായാമങ്ങളോ ഒക്കെ ചെയ്ത് ജോയിൻസ് എല്ലാം കൃത്യമായിട്ട് പ്രവർത്തിതമാക്കി നിർത്തണം. എന്നാൽ ശരീരം ഫ്രീ ആയിട്ട് നമ്മൾ ഇച്ഛിക്കുന്ന വിധത്തിൽ യാതൊരു തടസ്സവും ഇല്ലാതെ പ്രതിബന്ധവും ഇല്ലാതെ ഉപയോഗിക്കാനുള്ള സ്റ്റേജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് രണ്ടാമത്തെ യോഗം. മൂന്നാമത്തെ യോഗത്തിൽ ആസനജയം, 3 മണിക്കൂറെങ്കിലും നട്ടല് നിവർത്തി ഒരേ സ്റ്റേജിൽ ഇരിക്കാൻ സാധിക്കണം. ആ ഇരിക്കാൻ പഠിച്ചാൽ മാത്രമേ ഈ 2 ശ്ലോകങ്ങളിൽ പറയുന്ന ഭാവം നമുക്ക് ആചരിക്കാൻ സാധിക്കൂ. അതാണ് സമം കായ ശരീരോഗ്രീവം ധാരയൻ അജലം സ്ഥിര സംപ്രേഷ്യ നാസികാഗ്രം സംദിശച്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭിർ ബ്രഹ്മചാരി വൃതേ സ്ഥിതഃ മനസ്സംയമ്യമച്ചിത്തോ യുക്താസീതമൽപര. അപ്പൊ ശരീരം സ്റ്റേബിലിറ്റിയോടുകൂടി ഇരിക്കാൻ പഠിക്കണം. അല്ലാത്തവർക്ക് ഈ യോഗം പരിശീലിക്കാൻ തന്നെ സാധ്യമല്ല. അത് പ്രാണായാമം ചെയ്യണമെങ്കിലും കുറച്ചു നേരം മന്ത്രം ജപിക്കണമെങ്കിലും ഈ സ്ഥിതി കൈവരുത്തണം എന്നർത്ഥം. ഉപാസന നടത്തുവാൻ ഇരിക്കേണ്ട വിധമാണ് ഭഗവാൻ പറഞ്ഞത്. ശരീരം, കഴുത്ത്, തല എന്നിവ അവയവങ്ങളെ ഇളക്കമില്ലാത്ത രീതിയിൽ നേരെ നിർത്തിക്കൊണ്ട് ഇരിക്കുക. അതായത് നട്ടല് നിവർത്തി ഇരിക്കണം. സ്വന്തം നാസികയുടെ അഗ്രമായ, അതായത് നാസിക എവിടുന്ന് തുടങ്ങുന്നു അതാണ് നാസികാഗ്രം എന്ന് പറയുന്നത്. അല്ലാതെ മൂക്കിന്റെ തുമ്പല്ല. ഭ്രൂമധ്യ ബിന്ദുവിൽ എന്ന് പറഞ്ഞാൽ ആജ്ഞാചക്രം പൊട്ടുകുത്തുന്ന സ്ഥലമാണ് ഈ മൂക്കിന്റെ അഗ്രം, നാസികയുടെ അഗ്രം. എവിടുന്ന് തുടങ്ങുന്നോ അതാണ് അഗ്രം, മറ്റത് മൂലമാണ്. അതുകൊണ്ട് ഭ്രൂമധ്യത്തിൽ അഥവാ ആജ്ഞാചക്രത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. മറ്റു വശങ്ങളിലേക്കോ മനസ്സിനെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപനം ചെയ്യാതെ ആ ഒരു കേന്ദ്ര ബിന്ദുവിനെ വ്യൂ പോയിന്റ് തീരുമാനിച്ച് ആജ്ഞാചക്രത്തിൽ ഭ്രൂമധ്യത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ ശാന്തമായ മനസ്സോടുകൂടിയവനും ഭയരഹിതനായിട്ടും ഇരിക്കുക. ഉപാസകൻ സദാസമയവും ഞാൻ ബ്രഹ്മം എന്ന ചിന്തയിൽ തന്നെ കഴിയേണ്ടതാണ്. അതാണ് ബ്രഹ്മചാരി വ്രതം എന്നുദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്രകാരം മനസ്സിനെ ബാഹ്യവിഷയങ്ങളിലേക്ക് വിടാതെ പരമാത്മാ ധ്യാനത്തിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഇരിക്കണം. അതിൽ ധാരണ ഉണ്ടാക്കണം എന്നതിന് മുമ്പ് പറഞ്ഞു. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ അവ്യക്തമായിരിക്കുന്ന സ്വരൂപത്തെ അല്ലെങ്കിൽ ഈശ്വരനെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ധ്യാനിക്കാൻ പറ്റില്ല. അപ്പം എന്തെങ്കിലും ഉപാധി സ്വീകരിക്കാം. ഒരു ചിത്രമോ ഒരു വിളക്കോ വെച്ചിട്ട് അത് 30 സെക്കൻഡ് കണ്ട് അത് ആജ്ഞാചക്രത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കണ്ണടച്ചുകൊണ്ട് തന്നെ കാണാൻ പറ്റുമോ? അതായത് വിഗ്രഹം കണ്ടുകൊണ്ട് ധ്യാനിക്കുന്നത് വ്യക്തോപാസനയും കാണാതെ കാണാൻ സാധിച്ചാൽ അത് അവ്യക്തോപാസനയാണ്. ഇതിനെ പ്രാക്ടീസ് ഇപ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെയും ആ യോഗ പരിശീലനത്തെ പറ്റി ഭഗവാൻ 2 ശ്ലോകം കൂടെ 5-ാമത്തെ അധ്യായത്തിലും 27-28 5-ാമത്തെ അധ്യായം തീരുന്ന സമയത്ത് ഈ ധ്യാനം പരിശീലിക്കേണ്ട വിധം പറയുന്നുണ്ട്. സ്പർശം കൃത്വ ബഹിർബാഹു ചക്ഷു ശൈവാന്തരഭ്രുവോ പ്രാണാപാനോ സമകൃത്വ നാസ അഭ്യന്തരാചരിടവും യഥേന്ദ്രിയ മുനിമോക്ഷപരായണ വിഗദേശ ഭയക്രോധ യേ സദാമുക്ത യേസ. അപ്പൊ ഇരിക്കാനുള്ള വിധം പറഞ്ഞു. എന്തെങ്കിലും വിരിച്ചിട്ടേ ഇരിക്കാവുള്ളൂ. നോൺ കണ്ടക്ടിവിറ്റി ഐറ്റംസ് എന്തെങ്കിലും ബെഡ്ഷീറ്റോ കമ്പിളിയോ അങ്ങനെ എന്തെങ്കിലും വിരിച്ചിട്ട് വേണം. ശരീരത്തിൻ്റെ ഒരു ഭാഗവും ഭൂമി ടച്ച് ചെയ്യരുത്. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എനർജി എർത്തായി വേസ്റ്റായി പോകാതിരിക്കാനാണ് നോൺ കണ്ടക്റ്റീവ് കമ്പിളി ഇല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, പായ, പുൽപ്പായ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ടേ ഇരിക്കാവുള്ളൂ എന്ന് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇരിക്കേണ്ട വിധത്തിൽ ഇരുന്നു കൊണ്ട് ഭ്രൂമധ്യത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാണായാമം ശീലിക്കണം എന്ന് പറഞ്ഞിട്ട് ഓങ്കാരധ്വനിയോടുകൂടി അത് മുകളിൽ വിവരിച്ച പ്രകാരം ഇരുന്നു കൊണ്ട് യോഗ പരിശീലനം ആരംഭിക്കണം. 2 ബാഹ്യദൃഷ്ടികളെയും ഏകീകരിച്ച് നെറ്റിയിൽ പുരികങ്ങളുടെ മധ്യത്തിലുള്ള ബിന്ദുവിൽ, അതായത് ആജ്ഞാചക്രത്തിൽ ഭ്രൂമധ്യത്തിൽ, ഈ സ്ഥാനം മനസ്സിൻ്റെ താക്കോൽ പഴുതാണ്. ഇവിടെയാണ് നമ്മൾ ഇതിനു മുമ്പ് ഉത്തരഗീത പഠിച്ച പറഞ്ഞു. മധ്യസ്ഥം പരമ ശക്തി, പരമവിദ്യ അല്ലെങ്കിൽ പരമായിരിക്കുന്ന ആത്മവിദ്യ ഇല്ലേ, ആത്മാവ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്, അതായത് ഈശ്വരൻ എവിടെയാ സ്ഥിതി എന്ന് പറഞ്ഞു.
ആജ്ഞാചക്രത്തിൻ്റെ മധ്യത്തിൽ മനസ്സിൻ്റെ മധ്യത്തിൽ ബിന്ദു മാത്രമായിട്ടാണ് ജീവൻ നിൽക്കുന്നത് എന്ന് ഇതിനു മുമ്പ് നമ്മൾ ഉത്തരഗീതയിൽ തന്നെ പഠിച്ചിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ആ ആജ്ഞാചക്രത്തിൽ താക്കോൽ പഴുതാണെന്നാണ് പറയുന്നത്. അതാണ് ഭ്രൂമധ്യത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സ് മറ്റൊരു സ്ഥലത്തേക്കും പോകാതെ ഉറപ്പിച്ചു നിർത്തണം. അവിടെയാണ് ധാരണ ഉണ്ടാക്കുന്നത്. അങ്ങനെ ദൃഷ്ടികളെ അവിടെ തന്നെ ഉറപ്പിക്കുമ്പോൾ മനസ്സ് വേറൊരു സ്ഥലത്തേക്കും പോവുകയില്ല. ഇതിന് എളുപ്പ മാർഗമാണ്. നമുക്ക് കണ്ണടച്ച് ധ്യാനത്തിലിരിക്കാൻ പറഞ്ഞാൽ തന്നെ ആ മനസ്സ് ചഞ്ചലമാണെങ്കിൽ കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ വിചാരിക്കേണ്ട എന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ തന്നെ അരി തിളയ്ക്കുന്ന പോലെ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ തിളച്ചു വരും. ആദ്യമൊക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഏറ്റവും അതിന് കടിഞ്ഞാടിനാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ സാക്ഷിഭാവത്തിൽ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാൻ പഠിക്കുക. ഇരുന്നിട്ട് നമ്മുടെ ശ്വാസം വന്നു പോകുന്നത് മാത്രം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് പുറത്തേക്ക് ബാക്കി വിഷയങ്ങളിലേക്ക് മറ്റു വിഷയങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോകാതെ നമ്മൾ സാക്ഷിഭാവത്തിൽ സാധാരണ പോലെ ഒരു ഫോഴ്സൽ ബ്രീത്തും എടുക്കാതെ ശക്തിയോടുകൂടി ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കാനോ ഒന്നിനും പോകാതെ സൈലൻ്റായിട്ട് സൗമ്യമായിട്ട് ഇരുന്നു കൊണ്ട് മനപ്രസാദത്തോടു കൂടി നമ്മൾ സാക്ഷിഭാവത്തിൽ നമ്മളിൽ തന്നെ വന്നു പോകുന്ന ശ്വാസത്തെ വീക്ഷിക്കുക. സാക്ഷിഭാവത്തിൽ മൂക്കിലൂടെ രണ്ട് മൂക്കിലൂടെ സാധാരണ പോലെ ശ്വാസം വന്ന് പോയിക്കോട്ടെ. നമ്മൾ ഒരു ഫോഴ്സും കൊടുക്കണ്ട. പ്രത്യേക ശ്രദ്ധയോടുകൂടി ശ്വാസം എടുക്കുകയോ വിടുകയോ എന്നും വേണ്ട. ആ ശ്വാസം വന്നു പോകുന്നത് സാക്ഷിഭാവത്തിൽ ശ്രദ്ധിക്കുക. അത് തൻ്റെ ഉള്ളിൽ തന്നെ എവിടെയോ പോയി തട്ടിയിട്ട് തിരിച്ചു വരുന്നുണ്ടല്ലോ, അത് മാത്രം ശ്രദ്ധിച്ചിരിക്കുക. അവിടെ സാക്ഷിഭാവം പാടുള്ളൂ, അല്ലാതെ ഞാൻ എന്നുള്ള ഭാവം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയെ നമ്മൾ സാക്ഷിഭാവത്തിൽ വീക്ഷിക്കുക. ഇത് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മുടെ ഹൃദയം ഇടിക്കുന്നതും ഹൃദയത്തിലൂടെ ഈ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു വിരലിൻ്റെ കാൽപാദത്തിൽ പോലും വിരലിൻ്റെ അറ്റത്ത് പോലും ഈ സ്പന്ദനം നടക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത്ര മൈന്യൂട്ടായിട്ട് സാക്ഷിഭാവത്തെ ശരീരത്തെ വീക്ഷിക്കണം. ശരീരത്തിൻ്റെ പോലും നമ്മൾ കേവലം സൂക്ഷിപ്പുകാരാണ്. നമ്മൾ പോലും അറിയാതെ സർവ്വപ്രകൃതി ജൈഗുണങ്ങളെ കൊണ്ടാണ് ഈ ശരീരം പോലും പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് സാക്ഷിഭാവത്തിൽ ആദ്യം ഒന്ന് വീക്ഷിക്കുക. തന്നെ മനസ്സടങ്ങാൻ തുടങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ആ ഇരിപ്പ് ആണ് ആദ്യം ശീലിക്കേണ്ടത്. അപ്പോൾ തുടക്കത്തിലൊന്നും നമുക്ക് ഈ പറയുന്ന യോഗാസനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പദ്മാസനമോ അല്ലെങ്കിൽ സിദ്ധാസനം പലവിധ ആസനങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏത് ആസനത്തിലാണോ ഇരിക്കാൻ സുഖം തോന്നുന്നത് ആ ആസനത്തെയാണ് സുഖാസനം എന്ന് പറയുക. അത് നിലത്തിരിക്കാൻ മുട്ടും കാലും ഒന്നും മടക്കില്ല, കസേരയിരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നോളുക, ഇല്ലെങ്കിൽ ഏറ്റവും ഉത്തമം താഴെ തന്നെ ഇരിക്കുന്നതാണ്. അത് പദ്മാസനത്തിലൊക്കെ ഇരിക്കാൻ സാധിച്ചാൽ അത്യുത്തമം എന്നല്ലാതെ പറയാൻ പറ്റില്ല. സിദ്ധാസനം അതുപോലെ ശ്രേഷ്ഠം, വജ്രാസനം ആകാം. ഇതൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരിപ്പിടം സുഖകരമായിട്ടിരിക്കാൻ തോന്നുന്ന ആസനത്തിൽ ഇരിക്കുക. അതാണ് സുഖാസനം എന്ന് പറയുന്നത്. പക്ഷേ ഏത് ആസനത്തിലിരുന്നാലും ഡൺലപ്പിൻ്റെ മുകളിലിരുന്നാലും നട്ടല് നിവർത്തിയിരിക്കണം. നട്ടലിനകത്താണ് ശരിക്കും പ്രാണന്റെ സഞ്ചലനം നടക്കുന്നത്. അത് ഇടത്തും വലത്തൂടെ നടക്കുന്ന പ്രാണനെ സുഷുമ്നയിലൂടെ ചലിപ്പിക്കാൻ പഠിക്കണം. അതാണ് ഹംസയോഗം എന്ന് പറയുന്നത്. പക്ഷെ ആദ്യം നമ്മൾ ഇടത്തും വലത്തുകൂടെ ഇടത്തെ മൂക്കിക്കിടെയും വലത്തെ മൂക്കിക്കിടെയും ശ്വാസം വന്നു പോകുന്നതിനെ അത് ആ സമാവസ്ഥയിലാണ് പോകുന്നത് എന്നുള്ളത് സാക്ഷിഭാവത്തിൽ ആദ്യം വീക്ഷിക്കാൻ പഠിക്കണം, സൈലൻ്റായിട്ടിരുന്ന്. അതാണ് ആദ്യത്തെ. അപ്പം ഇവിടെ തന്നെ പറയുന്ന ബാഹ്യദൃഷ്ടികളെ ബാഹ്യമായ മധ്യപ്രദേശത്ത് ഉറപ്പിക്കുമ്പോൾ ആന്തരികമായ ദൃഷ്ടിയും ശ്രദ്ധയും അതിൽ തന്നെ കേന്ദ്രീകരിക്കും. അത് ഉറച്ചു നിൽക്കുന്നതായിരിക്കും. അപ്പോൾ മനസ്സ് ഒരു സ്ഥലത്തും പോകുന്നതല്ല. അപ്പം അങ്ങനെ ഇരുന്നു കൊണ്ട് മൂക്കിനുള്ളിലൂടെ സദാസമയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രാണ അപാന വായുക്കളെ സമാന രൂപത്തിൽ തുല്യ നിലയിലായിരിക്കണം. അതായത് ശരിക്കും നമ്മുടെ ശരീരം ആരോഗ്യത്തോടെയാണ് വർത്തിക്കുന്നതെങ്കിൽ രണ്ട് മൂക്കിലുടെയും ഒരേപോലെ ആയിരിക്കും ശ്വാസം വന്നു പോവുക. ഇതാണ് സമാന നില എന്ന് പറയുന്നത്. ഇടത്തെ മൂക്കിനോ ഇല്ലേ വലത്തെ മൂക്കിനോ എന്തെങ്കിലും ശ്വാസം വന്നു പോകുന്നത് തടസ്സമുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ശരീരത്തിൻ്റെ ഇപ്പം ഇടത്തെ മൂക്കിലാണ് ശ്വാസം അല്ലെങ്കിൽ അടഞ്ഞു പോകുന്നത് എങ്കിൽ
വലത്തെ ഭാഗത്ത് ശരീരത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇനി ഇടത്തെ മൂക്കിലൂടെയാണ് തടസ്സം നേരിടുന്നതും അപ്പോൾ വലത്തെ, അതായത് ക്രോസ് ബെൽറ്റ് ആയിട്ടായിരിക്കും കൺട്രോളിങ് നടക്കുക, ശരീരത്തിൻ്റെ ബാലൻസിങ്. അപ്പോൾ രണ്ട് മൂക്കിലൂടെയും തുല്യമായിട്ട് ഒരേ ലെവലിൽ ശ്വാസം വന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ശരീരം പോലും പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇവിടെ ആന്തരികമായ ദൃഷ്ടിയും ശ്രദ്ധയും ആന്തരിക ഭ്രൂമധ്യത്തിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ മനസ്സ് ഒരു സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതല്ല. അങ്ങനെ ഇരുന്നു കൊണ്ട് മൂക്കിനുള്ളിലൂടെ സദാസമയം വന്നു പോകുന്ന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രാണ അപാന വായുക്കളെ തുല്യനിലയിൽ വീക്ഷിക്കണം സാക്ഷിഭാവത്തിൽ. സൂര്യാംശവും ഊഷ്മവുമായിരിക്കുന്ന പ്രാണൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതായത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ അത് തണുത്തതായിരിക്കും, പക്ഷെ പുറത്തേക്ക് വരുമ്പം പരമൂഷ്മവർജിതം. ആ ഊഷ്മാവ് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഊഷ്മത്വം പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിനുണ്ടാവും. അകത്തേക്ക് എടുക്കുന്നതിന് ശീതളമായിരിക്കുന്ന ശ്വാസമായിരിക്കും എടുക്കുക. പുറത്തേക്ക് വരുമ്പോൾ അത് ചൂടോടുകൂടിയായിരിക്കും. അത്ര വരെ നമ്മൾ അതും കൂടെ വീക്ഷിക്കണം എന്നാണ് ഇവിടെ. അതായത് സൂര്യാംശമാണ് ഈ പ്രാണൻ. അതെടുത്തിട്ട് പുറത്തേക്ക് വിടുമ്പം ആ സൂര്യശക്തിയുടെയും ശരീരത്തിലുള്ള ഊഷ്മാവിൻ്റെയും പ്രഭാവം കൊണ്ട് പുറത്തേക്ക് വിടുമ്പം അത് ഊഷ്മളമായിട്ട് തോന്നുകയും ചെയ്യും, പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. സോമാംശമാണ് ശീതളമായിരിക്കുന്നത്. അപാനൻ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ശീതളമായിട്ട് തണുത്ത വായുവായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇവയെ തുല്യതായി തീർക്കുന്നതാ യോഗ പരിശീലനം ശ്രമിക്കേണ്ടത്. മോക്ഷം ആഗ്രഹിക്കുകയും പരമോദപ്രാപ്തി ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉപാസകൻ ഇപ്രകാരം ഇരുന്നു കൊണ്ട് പ്രാണോപാസന ക്രമീകരണം നടത്തുന്നതോടെ നേത്രാദികളായിരിക്കുന്ന ബാഹ്യേന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി തുടങ്ങിയ അന്ധകരണങ്ങളും തന്നെ നിയന്ത്രണത്തിലാകും. അതിൽ നിന്ന് വിചാരങ്ങളെ ജയിക്കാൻ സാധിക്കും. ഇത് നിത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് നിർമ്മാനമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവർത്തകാമഹ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സഞ്ചയി ഗച്ഛന്തി മൂഢ പദം അവ്യയം തത് എന്ന് ഭഗവാൻ ഗീതയിൽ 15-ാം അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇത് ഒരു നിത്യനൈമിത്യ കർമ്മത്തിൽ തന്നെ ചെയ്യണം. വല്ലപ്പോഴും ഒരിക്കൽ ചെയ്താലുണ്ടാകില്ല. ഇതൊക്കെ പഠിച്ച് പുസ്തകജ്ഞാനം കൊണ്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് കേട്ടതുകൊണ്ട് കാര്യമില്ല. പ്രാക്ടിക്കൽ തലത്തിൽ അല്പമെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റെ സുഖം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ, അതുകൊണ്ട് ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു സ്വഭാവമായിട്ട് മാറും എന്നതിൽ തർക്കമില്ല. അതിന് എല്ലാത്തിനും പ്രശ്നം എന്താ? നമ്മുടെ മനസ്സ്. നമ്മൾ 11 ശക്തികളെയാണ് ഏറ്റവും വലിയ ആസുരി ഭാവത്തിൽ കാണേണ്ടത്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അതിൻ്റെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന മനസ്സും. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള കർമ്മമാണ്, ഇല്ലെങ്കിൽ അതിനുള്ള യോഗമാണ്, അതിനുള്ള യോഗ പരിശീലനമാണ് അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. അത് പരിശീലിക്കാതെ ഒരു കാരണവശാലും ഉത്തരഗീതയിൽ പറയുന്ന ആ ഹംസയോഗം സാധ്യമല്ല എന്നും കൂടെ അറിഞ്ഞുകൊള്ളുക. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.